തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസ് പ്രതി പിടിയിലായി. ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ വെച്ചാണ് മുക്കം പൂളപ്പൊയിൽ സ്വദേശി മുഹമ്മദ് ഹനീഫ പിടിയിലായത്. മുക്കത്ത് 2.8 കിലോഗ്രാം MDMA-യുമായി പിടിയിലായ ആൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ട്രെയിനിൽ വെച്ച് രക്ഷപ്പെട്ട സംഭവത്തിൽ അന്വേഷണം തുടരുന്നതിനെയാണ് 10 ദിവസത്തിന് ശേഷം പ്രതി പോലീസ് വലയിലായത്. മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടി പറമ്പിൽ മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ കൽബുർഗിയിൽ വെച്ച് ട്രെയിനിൽ വെച്ച് പിടിയിലായത്. പ്രതിയെ പോലീസ് സംഘം സാഹസികമായി പിടികൂടുകയായിരുന്നു. തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി പോലീസിനെ വെട്ടിച്ച് ട്രെയിനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 22 വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാവുന്നത്. പ്രതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 100ഓളം ഫോൺ കോളുകൾ അന്വേഷണ സംഘം ട്രേസ് ചെയ്തിരുന്നു. ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി ആദ്യം അഹമ്മദാബാദിലേക്കാണ് പോയത്. തുടർന്ന് എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ലോറി വഴി രക്ഷപ്പെട്ടു. വിജയവാഡ, സഹീറാബാദ് എന്നിവിടങ്ങളിലും എത്തി. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് തുടങ്ങി 8ഓളം സംസ്ഥാനങ്ങളിൽ ഇയാൾക്ക് ബന്ധമുള്ളതായും പോലീസിനെ കുഴക്കിയിരുന്നു. പോത്ത് കച്ചവടത്തിലെ ബന്ധമുപയോഗിച്ച് നാട്ടിലേക്ക് ബന്ധപ്പെട്ട പ്രതി മുഹമ്മദ് ഹനീഫ സുഹൃത്തിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം സംഘടിപ്പിച്ച് 3 ഫോണുകളും 3 സിം കാർഡുകളും വാങ്ങുകയും ഇവ ഓരോന്നും 2-3 ദിവസം ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുകയും ചെയ്യുകയും ചെയ്തതും പോലീസിന് വെല്ലുവിളിയായി. ഇതിനെയെല്ലാം മറികടന്നാണ് ബംഗളൂരിലേക്ക് ട്രെയിനിൽ രക്ഷപ്പെടുന്നതിനിടെ കൽബുർഗിയിൽ വെച്ച് പിടിയിലാവുന്നത്. കൽബുർഗിക്ക് സമീപം ഹൈദരാബാദിൽ വെച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ പ്രതിയുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയോടെ നാട്ടിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കും. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ പ്രതിക്കെതിരെ വഡോദര പോലീസ് സ്റ്റേഷനിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് മുഹമ്മദ് ഹനീഫയും ബേപ്പൂർ സ്വദേശി റൈഹാനത്തും 2 ഇടങ്ങളിൽ നിന്നായി 8.2 കിലോഗ്രാം MDMA-യുമായി പിടിയിലാവുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഡൽഹിയിൽ നിന്നാണ് ഇരുവരും വൻതോതിൽ MDMA എത്തിച്ചിരുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഈ പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പിനായി സംഘം പ്രതിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നത്. മുഖം ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 പേരടങ്ങിയ പോലീസ് സംഘമാണ് രാജധാനി എക്സ്പ്രസിൽ പ്രതിയുമായി കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരുന്നത്. രാത്രി 11:30-ഓടെ ബാത്റൂമിൽ പോകാനുണ്ടെന്ന് കൂടെയുണ്ടായിരുന്ന പോലീസുകാരെ പ്രതി അറിയിക്കുകയായിരുന്നു. തുടർന്ന് 2 പോലീസുകാർ പ്രതിയെ കമ്പാർട്ട്മെൻറ്റിലെ ശൗചാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി. ഈ സമയം പോലീസുകാരെ തട്ടിയിട്ട് പ്രതി തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി. പോലീസുകാർ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. നിമിഷങ്ങൾക്കകം ട്രെയിൻ വഡോദര റെയിൽവേ സ്റ്റേഷനിലെത്തുകയും ചെയ്തു. ഈ സമയം പ്രതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. കാലി വ്യാപാരത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്നിറങ്ങുന്ന മുഹമ്മദ് ഹനീഫ റൈഹാനത്തിനൊപ്പം വിമാനമാർഗം ഡൽഹിയിലെത്തിയാണ് MDMA വാങ്ങിയിരുന്നത്. കിലോ കണക്കിനുള്ള MDMA റൈഹാനത്തിൻ്റെ കൈവശം നൽകി ട്രെയിനിൽ കേരളത്തിലേക്ക് കയറ്റിവിടും. ട്രെയിൻ കോഴിക്കോടെത്തുമ്പോഴേക്കും വിമാനമാർഗം കേരളത്തിലെത്തുന്ന ഹനീഫ റൈഹാനത്തിനെ റെയിൽവേ സ്റ്റേഷനിലെത്തി കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പതിവ്. കഴിഞ്ഞ മാർച്ചിൽ മാത്രം ഇയാൾ 3 തവണ ഡൽഹി യാത്ര നടത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.